ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ശാരികയെ നിശ്ചയത്തിന് ഒരുക്കുകയാണ് ശാലിനിയും ശ്യാമയുമൊക്കെ. പക്ഷെ ശാരികയുടെ മുഖത്തെ സങ്കടഭാവം കണ്ടിട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താ നമ്മുടെ സുന്ദരിക്കുട്ടിയുടെ മുഖത്തൊരു വിഷാദഭാവം? ശാരിക പറയുകയാണ്, ഈ ഒരുക്കമെല്ലാം വെറുതെ ആയി പോകുമല്ലോ എന്നാലോചിച്ചിട്ടാണ് മോളെ. അതെന്തു പറ്റിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, 30 പവന്റെ പൊന്നിട്ട് കാണണമെന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 3 പവൻ തികച്ചില്ല. എന്നെ ആഭരണങ്ങളൊന്നുമില്ലാതെ നേരിട്ട് കാണുമ്പോൾ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ച് അവിടേക്ക് വരികയാണ് ശാരദാമ്മ. ശാലിനി പറയുകയാണ്, അങ്ങനെ ഉറപ്പിക്കേണ്ട. എന്റെ ശാരികേച്ചിയെ നാണം കെടാൻ വിടുമോ ഈ ശാലിനി? ചേച്ചിയെ ഞങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അതീ നിശ്ചയം നടക്കും എന്നുള്ളത് ഉറപ്പുകൊണ്ട് തന്നെയാണ്. ചേച്ചി ശാലിനി ഒന്ന് വിശ്വസിക്കെന്ന് ശാരികയെ പിടിച്ചു കുലുക്കി പറയുകയാണ് ശാലിനി. ചിരി വരുത്തി ശാരിക പറയുകയാണ്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷേ എന്റെ ഉത്കണ്ഠ കൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ. ഇതൊക്കെ കേട്ട് ശ്യാമ പറയുകയാണ്, ശാരികേച്ചിയും രാജീവ് സാറുമായിട്ടുള്ള പ്രണയം സത്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ഈ വിവാഹം നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശാലിനി പറയുകയാണ്, അത് കറക്റ്റ്. നീ കേട്ടിട്ടില്ലേ ശ്യാമേ, നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം പ്രകൃതി തന്നെ ഒരുക്കി തരുമെന്നാണ് മഹത്വക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഡോൺ വെറി, ബി ഹാപ്പി ശാരിക മോളെ എന്ന് ശാരികയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറയുകയാണ് ശാലിനി. അന്നേരം ശാലിനി വാതിൽക്കൽ നിൽക്കുന്ന ശാരദാമ്മയെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താ മിസ് ശാരദാമ്മ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? പ്ലീസ് കമിൻ എന്ന് പറയുകയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, ഞാൻ ആലോചിക്കുകയായിരുന്നേ ഈ വീട്ടിൽ അമ്മ ആരാണെന്ന്, ഞാനോ അതോ നീയോ എന്ന്. ശാലിനി ചോദിക്കുകയാണ്, അതെന്താ ഇപ്പോ അങ്ങനെ? വളർന്നു പോകുമ്പോൾ മക്കൾക്ക് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്നത് മുന്നോട്ടിനി ഒരു വഴിയും ഇല്ലാന്ന് തോന്നുമ്പോൾ ആ കൂരിരുട്ടത്ത് പ്രത്യാശയുടെ ഒരു നുറുങ്ങുവട്ടം കത്തിച്ചു വയ്ക്കുന്നതുമൊക്കെ സാധാരണ അമ്മമാരാണ്. അതാണിപ്പോൾ നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാലിനി പറയുകയാണ്, അയ്യോ എൻ്റെ അമ്മേ, അമ്മ എന്ന് പറയുന്നത് അങ്ങനെ 2 അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഉത്തരവാദിത്വമൊന്നും അല്ല. അതിന്റെ ചുവട്ടില് എൻ്റെ ശാരദാമ്മ ചെയ്യുന്നത് പോലെ ഒരുപാട് ത്യാഗവും കണ്ണീരും ഒക്കെയുണ്ട്. ഞാനേ അതൊന്നുമല്ല. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഈ ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ ഒരു ആക്ടിംഗ് അമ്മ മാത്രവുമല്ല, ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോഴെടുത്തോ തോളത്ത് വയ്ക്കാൻ ഞാൻ ഒരുക്കമൊന്നും അല്ല. അതുകൊണ്ട് അമ്മ പട്ടം തൽക്കാലം ശാരദാമ്മ തന്നെ വച്ചാൽ മതി, ഞാൻ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ശ്യാമ പറയുകയാണ്, അതെ അതെ, ഇനി കളക്ടറൊക്കെ ആകാനുള്ളതല്ലേ കുഞ്ഞേച്ചിക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അമ്മ റോള് കളിക്കാനൊന്നും പറ്റില്ല. ശാരദാമ്മ പറയുകയാണ്, മനസ്സിൽ നിന്നുള്ള വെളിച്ചമാണ് മോളെ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി തരുന്നത്. വീട് നടത്താൻ കഴിയുന്ന ഒരാൾക്ക് നാടിനെ നയിക്കാനും കഴിയും. അടുക്കളയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന വീട്ടമ്മമാരിപ്പോൾ പഞ്ചായത്തും ജില്ലയുമൊക്കെ ഭരിക്കുന്നത് കണ്ടിട്ടില്ലേ നീ? ഇപ്പോതാ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും വീണ്ടും ഒരു സ്ത്രീയാണ്. അതുപോലെ നാളെ നാടിനൊരു വെളിച്ചമാകേണ്ടവളാണ് നീയും. ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, താങ്ക് യു വെരി മച്ച്. ശാരികയെ പിടിച്ചു നിർത്തി ശാലിനി പറയുകയാണ്, അമ്മയുടെ മോളെ നോക്ക്, ദേ സുന്ദരിക്കുട്ടി ആയില്ലേ. ശാരികയെ പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, അല്ലെങ്കിലും അവൾ എപ്പോഴും സുന്ദരിയല്ലേ. ഇന്നിനിയിപ്പോ പൊന്നുംകുടത്തിന് പൊട്ട് വച്ചു എന്ന് കരുതിയാൽ മതി. നേരം ജനലിൽ കൂടി രാജി വിളിച്ചു പറയുകയാണ്, ശാരദാമ്മേ, ദേ ആൾക്കാര് വന്നു തുടങ്ങി. ശാരദാമ്മ പറയുകയാണ്, ഞാൻ ദേ വന്നു, നീ അവർക്കൊക്കെ ഓരോ ഗ്ലാസ് ചായ കൊടുക്ക്. ശരിയെന്നും പറഞ്ഞു പോവുകയാണ് രാജി. പിന്നീട് ശാലിനിയോട് ചോദിക്കുകയാണ്, മോളെ ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? വിളിക്കാനുള്ളവരെയൊക്കെ ക്ഷണിച്ചില്ലേ നീ? ശാലിനി പറയുകയാണ്, ഇത് മോതിരം മാറ്റമല്ലേ അമ്മേ, അങ്ങനെ അധികം ആളുകളൊന്നും വേണ്ട. ശ്യാമ പറയുകയാണ്, പക്ഷേ ഒരാളെ വിട്ടുപോയത് മോശമായിന്നേ ഞാൻ പറയൂ. അതാരാണെന്ന് ശാലിനിയും ശാരദാമ്മയും ചിന്തിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരാളില്ലേ, ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ, അമ്മയ്ക്ക് സാരിയൊക്കെ സമ്മാനമായി നൽകിയ അയാളെ മാത്രമാണ് കുഞ്ഞേച്ചി വിളിക്കാത്തത്. ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യോ, അപ്പോൾ നീ ആ കുട്ടിയെ വിളിച്ചില്ലേ? കഷ്ടമായല്ലോ ഈശ്വര, നീ എന്താ മോളെ അത് ഓർക്കാതിരുന്നത്? ശാരിക പറയുകയാണ്, അതെ, നമുക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിട്ടുള്ള ആളാണ്. പെട്ടെന്ന് ശാലിനി പറഞ്ഞൊപ്പിക്കുകയാണ്, ഞാൻ വിളിച്ചതാണ് അയാളെ, കുറെ നേരമായി നോക്കിയപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആണ്. പിന്നെ അങ്ങ് വിട്ടുപോയി. അമ്മ പോയി തിരുമേനി വന്നോന്ന് നോക്ക് ചെല്ലമ്മേന്നും പറഞ്ഞ് ശാരദാമ്മയെ പറഞ്ഞു വിടുകയാണ് ശാലിനി. പിന്നീട് ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഇനി അയാളെയും കൂടി വിളിച്ചിട്ട് വേണം ഇവിടെയും മാരണമാകാൻ. പിന്നീട് നിശ്ചയത്തിനൊക്കെ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയാണ് ശാരദാമ്മയുടെ വീട്ടിൽ. അവർക്കെല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുകയാണ് രാജി. അന്നേരം ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ട് തിരുമേനിയും എത്തുകയാണ്. പുറത്തേക്ക് വന്ന് നമസ്കാരം പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് തിരുമേനിയെ ശാരദാമ്മ. ശാരികയ്ക്ക് വെള്ളമായി വന്ന ശ്യാമ പറയുകയാണ്, ക്ഷണിച്ചവരൊക്കെ എത്തിയെന്ന് തോന്നുന്നു, ഇനി ചേച്ചിയുടെ ആള് മാത്രമേ വരാനുള്ളൂ. അതേസമയം രാജീവും അമ്മയും അമ്മാവനുമൊക്കെ എത്തുകയാണ്.
അകത്തേക്ക് കയറിയ രാജി പറയുകയാണ്, ശാരദാമ്മേ, രാജീവ് സാറും അമ്മയും കൂട്ടരുമൊക്കെ എത്തിയിട്ടുണ്ട്. ജനലിൽ കൂടി ശാരദാമ്മ വിളിച്ചു പറയുകയാണ്, ശ്യാമേ, ദേ അവര് വന്നോന്ന്. അന്നേരം ശാരികയും വളരെയേറെ സന്തോഷിക്കുകയാണ്. ശാരികയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ പറയുകയാണ്, ആര് വന്നോന്നാ? നമ്മുടെ ചീഫ് ഗസ്റ്റ് രാജീവ് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ തയ്യാറായിക്കൊള്ളാനാണ് അമ്മ വിളിച്ചു പറഞ്ഞത്. ഇത് കേട്ട് ചിരിച്ച് ഒന്ന് പോടിയെന്ന് പറയുകയാണ് ശാരിക. രാജീവിനെയും അമ്മയെയും ഒക്കെ ക്ഷണിച്ച് അകത്തേക്ക് ഇരിക്കുകയാണ് ശാരദാമ്മ. ഇതിന് ശേഷം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, ശാലിനി മോള് ശാരദാമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അത് കേട്ട് ശാരദാമ്മ ശാലിനി ഒന്ന് നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അമ്മേ, അവര് സ്വർണത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ചിരിച്ച് ശാരദാമ്മ പറയുകയാണ്, അതെല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും വിജയലക്ഷ്മി. പക്ഷെ ഇത് മനസ്സിലാകാതെ ശ്രദ്ധിക്കുകയാണ് രാജീവ്. അതിനുശേഷം കൃഷ്ണൻകുട്ടിയോട് വിജയലക്ഷ്മി പറയുകയാണ്, പറഞ്ഞതിനൊരു മേൽക്കോയ്മയില്ലല്ലോ. ഇവരെന്തോ ഒരുമാതിരി ഉരുണ്ട് കളിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? വരട്ടെ വിജയ്, നമുക്ക് നോക്കാം. 30 പവൻ തികച്ച് പെണ്ണിനിട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി ഈ മോതിരം മാറ്റമൊക്കെ. എന്താ, പ്രശ്നം തീർന്നില്ലേ എന്ന് കൃഷ്ണൻകുട്ടി ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, എന്താ അമ്മേ ഒരു ഗൂഢാലോചന? ഒന്നുമില്ലടാ, ഞങ്ങള് കല്യാണ തീയതിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. രാജീവ് പറയുകയാണ്, എന്നാൽ കൊള്ളാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും കള്ളക്കളി ഇതിനിടയ്ക്ക് നടന്നാൽ പിന്നെ എനിക്കൊരു കല്യാണാലോചനയെക്കുറിച്ച് അമ്മയോ അമ്മാവനോ പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെയും. ഇതൊക്കെ കണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, രാജീവ് സാർ എന്താ പറയുന്നത്? അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഒന്നുമില്ല, ശാരികയെ വിളിക്കാനാണ് അവൻ പറയുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടെന്ന് കൂടി തോന്നുന്നില്ല, പാവം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ്. തിരുമേനി ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് ചടങ്ങുകളിലേക്ക് കടന്നാലോ? കുട്ടികൃഷ്ണൻ പറയുകയാണ്, അതിനു മുമ്പ് നമുക്ക് പെണ്ണിനെ ഒന്ന് കാണാം തിരുമേനി. പെണ്ണിന്റെയൊക്കെ സാന്നിധ്യത്തിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് വേണം മോതിരം മാറ്റം നടത്താൻ. അതല്ലേ എപ്പോഴും നല്ലത്. പിന്നീടൊരു ധാരണ പിശക് ഉണ്ടായെന്ന് വേണ്ടല്ലോ. ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ്, ദേ പിന്നെയും അവര് പിടിമുറുക്കുകയാണല്ലോ. 30 പവൻ ശാരിക ഇട്ടിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണ് അവര് പെണ്ണിനെ വിളിക്കുന്നത്. അതേസമയം സ്വർണമായി അവിടെ എത്തുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. വിജയലക്ഷ്മി പറയുകയാണ്, പെൺകുട്ടിയെ വിളിക്ക് ശാരദാമ്മേ. ശാരദാമ്മ പറയുകയാണ്, സ്വർണവുമായിട്ട് ആരാ മോളെ വരുന്നത്? എനിക്കാകെ പേടിയാവുകയാണ്. അതേസമയം വാതിൽക്കലെത്തിയ ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ്, ശാരദയെന്ന്. ശബ്ദം കേട്ട് സന്തോഷത്തോടു കൂടി ശാരിക കരുതുകയാണ്, അച്ഛൻ വന്നു. അതേസമയം പുറത്തേക്ക് ചെല്ലുകയാണ് ശാലിനിയും ശാരദാമ്മയും. രാജേശ്വരിയുടെ കയ്യിലിരിക്കുന്ന സ്വർണം കണ്ട് സന്തോഷിക്കുകയാണ് ശാലിനി. പക്ഷെ ഇതൊന്നും കണ്ട് മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ അവരെ വിളിക്കുകയാണ്, വരൂ വരൂ, അകത്തേക്ക് വരാം. അന്നേരം അവർ അകത്തേക്ക് കടക്കുകയാണ്. ഗോപാലകൃഷ്ണനെ രാജീവ് സാറിനും അമ്മയ്ക്കുമൊക്കെ പരിചയപ്പെടുത്തുകയാണ് ശാരദാമ്മ. ഇതാണ് ശാരികയുടെ അച്ഛൻ. അവരെല്ലാവരും നമസ്കാരം പറയുന്നു. വിജയലക്ഷ്മി പറയുകയാണ്, കേട്ടോ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഇതാണ് തറവാടിത്തമെന്ന് പറയുന്നത്. അഭിപ്രായ ഭിന്നതകൾ പലതുമുണ്ടാകും, എന്നാലും കുടുംബത്തിലൊരു വിശേഷമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിക്കും. കൃഷ്ണൻകുട്ടി പറയുകയാണ്, പിന്നല്ലാതെ, അതാണ് പറയുന്നത്. സ്വത്തിനും പണത്തിലും ഒന്നുമല്ല കാര്യം, തറവാടിത്തം വേണമെന്ന്. അതേസമയം ശാരികയുടെ അടുത്തേക്ക് വന്ന ശ്യാമ പറയുകയാണ്, അതേ വല്യേച്ചി, അച്ഛൻ തന്നെയാണ് വന്നത്. അപ്പം ആ രാജേശ്വരിയും വന്നിട്ടുണ്ട്. ശാരിക പറയുകയാണ്, ഈശ്വര, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ശ്യാമ പറയുകയാണ്, ആ രാജേശ്വരി ആഭരണ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വല്യേച്ചി. അമ്മയുടെ സ്വർണം അവര് കൊണ്ടുവന്നെന്നാണ് തോന്നുന്നത്. സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ് ശാരികയ്ക്ക്. ശ്യാമ പറയുകയാണ്, വല്യേച്ചി, കുഞ്ഞേച്ചി പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം പ്രകൃതി തന്നെ തയ്യാറാക്കി തരുമെന്ന്. അതേസമയം രാജേശ്വരിയോട് ആഭരണങ്ങൾ കൊടുക്കാൻ പറയുകയാണ് ഗോപാലകൃഷ്ണൻ. രാജേശ്വരി ശാലിനിക്ക് അത് കൊടുക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. അമ്മയെ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് ശാലിനിയെ നോക്കുകയാണ് ശാരദാമ്മ. മുഖത്ത് ഇല്ലാത്ത സന്തോഷം വരുത്തി രാജേശ്വരി ശാരദാമ്മയ്ക്ക് ആഭരണപ്പെട്ടി കൈമാറുകയാണ്. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോൾ നമുക്കിനി ചടങ്ങുകൾ നടത്തിയാലോ? ശാരദാമ്മ പറയുകയാണ്, 1 മിനിറ്റ്, ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവരാം. മോളെ എന്നും പറഞ്ഞ് ശാലിനിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ഗോപാലകൃഷ്ണൻ അങ്ങനെ ഗമയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണന്റെ കാല് ചവിട്ടി തിരുമുകയാണ് രാജേശ്വരി ദേഷ്യം കൊണ്ട്. ഇത്രയുമാണ് മഹാ എപ്പിസോഡിന്റെ 1ാം ഭാഗം. ഓക്കെ, താങ്ക് യു.